അപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണെന്നും നമുക്കൊരു ബ്രീഫ് ഐഡിയ തന്നിരുന്നു. പിന്നെ നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ റിലേറ്റഡ് ആയിട്ട് നമുക്ക് 1-2 ടേംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണെന്ന് പഠിച്ചു. മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എനി ആക്സിസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ഡിഫൈൻ ചെയ്തു. നമ്മൾ IXX എന്നാണ് പേര് കൊടുത്തത്. മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് ടു Y ആക്സിസ് ഡിഫൈൻ ചെയ്തു, IYY എന്ന് പേര് കൊടുത്തു. അതുപോലെ തന്നെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് ടു ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു അവർ റഫറൻസ് പ്ലെയിൻ. നമ്മളെപ്പോഴും മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് എക്സാമിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് ഒരു പ്ലെയിൻ വിത്ത് റെസ്പെക്ട് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ തന്നെ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ബീം അല്ലെങ്കിൽ ഒരു മെറ്റാലിക് റോഡ് അല്ലെങ്കിൽ വുഡൻ റോഡ് അതിനൊക്കെ ഡിസൈൻ ചെയ്യാനാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അതൊക്കെ 3D ഒബ്ജക്റ്റ് അല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു പ്ലെയിനിനെ അനലൈസ് ചെയ്യുന്നത്? അപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ അനലൈസ് ചെയ്യുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഒബ്ജക്റ്റ്, സപ്പോസ് നമ്മുടെ കയ്യിലുള്ള പാൻ തന്നെയാണ് വിചാരിച്ചത്. നമ്മൾ പാനിനെ കറക്റ്റ് അതിനെ സെറ്റ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്രോസ് സെക്ഷൻ കട്ട് ചെയ്തെടുത്ത് നമുക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ക്രോസ് സെക്ഷൻ ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതേപോലത്തെ ആ സർക്കുലർ ക്രോസ് സെക്ഷനാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. മൊമെന്റ് ഓഫ് ഇനർഷ്യ കൺസിഡർ ചെയ്യുമ്പോൾ ആ ക്രോസ് സെക്ഷനാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പ്ലെയിൻ മാത്രമാണ് അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പ്ലെയിൻ വെച്ചിട്ട് പറയുന്നത്. ഓക്കെ, നമ്മൾ 3D ഒബ്ജക്റ്റിന്റെ സ്ട്രെങ്ത് ആണ് പറയണമെങ്കിലും നമ്മൾ ആ 3D ഒബ്ജക്റ്റിന്റെ സ്ട്രെങ്ത് പറയുന്നത് അതിന്റെ ക്രോസ് സെക്ഷൻ വെച്ചിട്ടാണ്. ചിലപ്പോൾ അത് സർക്കിൾ ആവാം, ചിലപ്പോൾ റെക്ടാങ്കിൾ ആവാം, ചിലപ്പോൾ ട്രയാങ്കിൾ ആവാം. പല തരത്തിലുള്ള ക്രോസ് സെക്ഷൻ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ. ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങളുടെ പേന രണ്ടായിട്ട് പൊട്ടിച്ചാൽ, രണ്ടായിട്ട് ബ്രേക്ക് ചെയ്താൽ യു ക്യാൻ സി എ സർക്കിൾ. അതിന്റെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുന്നത് പേന ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ടിൽ പിടിച്ച് നോക്കുകയാണെങ്കിൽ യു ക്യാൻ സി ദ സർക്കുലർ ക്രോസ് സെക്ഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ പ്ലെയിൻ ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്ലെയിൻ എന്താ, പ്ലെയിൻ ഏരിയ ഇത് വെച്ചാൽ 2D ഏരിയ, 2D ആണ് അനലൈസ് ചെയ്യുന്നത്. നമുക്ക് 2 ആക്സിസ് മതി ഒരു പ്ലെയിനെ ഡിഫൈൻ ചെയ്യാൻ. എക്സും Y ആക്സും വെച്ചിട്ടാണ് നമ്മൾ പ്ലെയിൻ ഡിഫൈൻ ചെയ്യുന്നത്. അതേപോലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ പറയുന്നതും വിത്ത് റെസ്പെക്ട് എക്സ് ആക്സിസ്, വിത്ത് റെസ്പെക്ട് Y ആക്സിസ്, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് എനി അതർ ആക്സിസ് ഓൺ ദാറ്റ് പ്ലെയിൻ, ആ പ്ലെയിനിലുള്ള ഏതെങ്കിലും ആക്സിസ് വിത്ത് റെസ്പെക്ട് നമ്മൾ പറയാറ്. ഓക്കെ, അപ്പോൾ ഈ 2 ആക്സിസ് അല്ലാണ്ട് നമുക്ക് മൂന്നാമതൊരു ആക്സിസ് കൂടി ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് Z ആക്സിസ്. സോ നോർമലി വി ആർ കൺസിഡറിങ് Z ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു അവർ പ്ലെയിൻ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് Z ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ about an axis perpendicular to our reference plane. നമ്മൾ എടുക്കുന്ന പ്ലെയിനിന്റെ പെർപെൻഡിക്കുലർ റെഫറൻസ് പ്ലെയിൻ, ദാറ്റ് ഇസ് കോൾഡ് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അത് ഞാൻ പറഞ്ഞിരുന്നു, ദാറ്റ് ഇസ് കോൾഡ് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, ഇനി പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ ക്യാൻ ബി റിട്ടൺ ആസ് സം ഓഫ് ടു മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് ടു അതർ ടു ആക്സിസ്. അത് നമ്മൾ ഇന്നലെ കംപ്ലീറ്റ് ആയതാണ്. അപ്പോൾ ആ തിയറത്തിന് നമ്മൾ പേര് പറഞ്ഞത് ദാറ്റ് ഇസ് കോൾഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഓക്കെ, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അതുകൂടാതെ നമ്മൾ നെക്സ്റ്റ് ഇന്നലെ പറഞ്ഞു പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പാരലൽ ആക്സിസ് തിയറം ആണ്. ഓക്കെ, പാരലൽ ആക്സിസ് തിയറം എന്തായിരുന്നു? നമുക്ക് എപ്പോഴും നമ്മൾ കുറേ സ്റ്റാൻഡേർഡ് സെക്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ റെക്ടാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ, എല്ലാത്തിൻ്റെയും മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കണം. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ കുറേ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് അത് സെറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഓരോന്നിനും ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മളൊരു ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഡെറിവേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇക്വേഷൻ. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഡെറിവേഷൻ എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ബൈ കീപ്പിംഗ് ദ എക്സ് ആക്സിസ് ഓൺ ദ സെൻട്രോയിഡ്. അതെ, നമ്മൾ ഒരു റെക്ടാങ്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇക്വേഷൻ എഴുതി, വിത്ത് റെസ്പെക്ട് ടു Y ആക്സിസ്, ദാറ്റ് ഈസ് കോൾഡ് IXX. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് IXX. വിത്ത് റെസ്പെക്ട് എക്സ് ആക്സിസ് ആയതുകൊണ്ട് IXX എന്നുള്ള പേര് ഉണ്ട്. ഓക്കെ, എവിടെയാണ് നമ്മൾ ആ ആക്സിസ് വെച്ചിട്ട് വി ആർ കീപ്പിംഗ് ദ ആക്സിസ് അറ്റ് ദ സെൻട്രോയിഡ് ഓഫ് ദ ഗിവൺ റെക്ടാങ്കിൾ. റെക്ടാങ്കിളിന്റെ സെൻട്രോയിഡിൽ വെച്ചിട്ടുള്ള നമ്മളെ ഇക്വേഷൻ ആണ് നമുക്ക് BDQ/12. അപ്പൊ എല്ലാ ക്വസ്റ്റിനും നമുക്ക് നമ്മുടെ റെഫറൻസ് ആക്സിസ് നമുക്ക് മിക്കവാറും ചെയ്യാൻ വരുന്ന ഒരു കോംപ്ലക്സ് ഷേപ്പുകളായിരിക്കും. ഒരു കോംപ്ലക്സ് ഷേപ്പിന്റെ റെഫറൻസ് ആക്സിസ് നമുക്ക് ഒരിക്കലും അതിന്റെ സെൻട്രോയിഡിൽ തന്നെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ചില കേസുകളിൽ സപ്പോസ് അവർ ആക്സിസ് ഈസ് ഹിയർ, നമുക്ക് ഇവിടെ ഒരു ആക്സിസ് വരും. നമ്മളിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇക്വേഷൻ എന്താ? BDQ/12 ആണ്. ഈ BDQ/12 എന്താണ്? BDQ/12 ഈസ് ദ ഇക്വേഷൻ ഫോർ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒബ്റ്റെയിൻഡ് ബൈ കീപ്പിംഗ് ദ ആക്സിസ് ഓൺ ദ സെൻട്രോയിഡ്. ബട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് 10 ഫ്രം ദ സെൻട്രോയിഡ് ലൈൻ. സെൻട്രോയിഡിൽ നിന്ന് 10 mm ഡിസ്റ്റൻസിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ റെക്ടാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇക്വേഷൻ എഴുതാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും ഒരു ഇക്വേഷൻ I is equal to IgGx
പ്ലസ് എ എച്ച് ബാർ സ്ക്വയർ. ഈ ഐ ഡി ജി എക്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ തന്നെ എഴുതിയ ബി ഡി ക്യൂ ബൈ 12 ആണ്. പ്ലസ് ഏരിയ, ഇതിന്റെ ഏരിയ എത്രയാണ്? ബി ഇൻറ്റു ഡി ഇൻറ്റു എച്ച് ബാർ. എന്താ എച്ച് ബാർ എന്ന് പറയുന്നത്? നമ്മുടെ ബി ഡി ക്യൂ ബൈ 12 എടുക്കാൻ വേണ്ടി ഏത് ആക്സിസ് ആണ് യൂസ് ചെയ്തത്, ആ ആക്സിസും നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ആക്സിസ് നമ്മുടെ ഡിസ്റ്റൻസ് ആണ് എച്ച് ബാർ. അപ്പോൾ ഐ ഗെറ്റ് 10 സ്ക്വയർ. താഴേക്ക് ആയതുകൊണ്ട് -10 ആണ്, പക്ഷെ സ്ക്വയർ എടുക്കുന്നതുകൊണ്ട് ആ -10 നമുക്ക് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നെഗറ്റീവ് സൈൻ എടുത്തില്ലെങ്കിലും നമ്മൾ വലിയ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പാരലൽ ആക്സിസ് തിയറം ആണ് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ പറഞ്ഞു വാട്ട് ഈസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണെന്ന് പറഞ്ഞു. കെ വെച്ച് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് √i/a. k √i/a. അത്രയും കാര്യങ്ങളാണ് ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. And at last we have derived the equation for moment of inertia of a rectangle about x-axis by keeping the x-axis on the centroid. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡിറൈവ് ചെയ്തത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇക്വേഷൻ ആണ്. പക്ഷെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് പല തരത്തിൽ വരാം. മൊമെന്റ് ഓഫ് ഇനർഷ്യ സിംപ്ലി മൊമെന്റ് ഓഫ് ഇനർഷ്യ പറഞ്ഞാൽ ഐ ആണ്. അതിനെ നമുക്ക് വേണമെങ്കിൽ ഐ എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യാം. ഐ എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ്. ഐ വൈ വൈ എന്ന് പറഞ്ഞാലോ മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ്. ഓക്കെ, അപ്പൊ നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് ടു നമ്മളിപ്പോൾ ചെയ്തത് മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് എക്സ് ആക്സിസ് ആണ് ചെയ്തത്. എക്സ് ആക്സിന്റെ പാരലൽ ആയിട്ടുള്ള ആക്സിസ് അത്ര മാത്രം ഉദ്ദേശിക്കുന്നു. ഓക്കെ, ബൈ കീപ്പിംഗ് ദ എക്സ് ആക്സിസ് ഓൺ ദ സെൻട്രോയിഡ്. നമ്മൾ ഇതിൽ എവിടെയാണ് ആക്സിസ് സെൻട്രോയിഡിലാണ് വെച്ചത്. അങ്ങനെയാണ് നമ്മൾ ഇതിൽ ചെയ്തത്. ഓക്കെ, ഇത് തന്നെ നമുക്ക് ഐ വൈ വൈ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കിയേക്കാം. ഐ വൈ വൈ എന്നുള്ള ഇതേ സെയിം കണ്ടീഷൻ വെച്ച് ഐ വൈ വൈ എങ്ങനെ കാൽക്കുലേറ്റ്. അപ്പൊ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വി ആർ കീപ്പിംഗ് ദ വൈ ആക്സിസ് on the centroid. We are keeping the y-axis on the centroid. Okay, so നമുക്ക് നമ്മുടെ centroid ചെയ്യാം. So this will be our center. d/2 നും d/2 ഇതെല്ലാം സെന്റർ വെക്കാം. സെന്ററിൽ വെച്ചിട്ട് നമുക്ക് ഒരു ആക്സിസ് വരയ്ക്കാം. Okay, this is my axis. ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് നേരത്തെ കൺസിഡർ ചെയ്ത പോലെ ഞാനൊരു തിൻ സെക്ഷൻ കൺസിഡർ ചെയ്യണം. സോറി, നേരത്തെ കൺസിഡർ ചെയ്ത പോലെ ഒരു തിൻ സെക്ഷൻ കൺസിഡർ ചെയ്യണം. നേരത്തെ പോലെ തന്നെ ഇതെന്റെ വൈ ആക്സിസ് ആണ്. നേരത്തെ പോലെ തന്നെ ഒരു തിൻ സെക്ഷൻ കൺസിഡർ ചെയ്യണം. നേരത്തെ എഴുതിയപ്പോൾ എന്താ എഴുതി? I have written at a distance y from my x-axis. This will be at a distance x from my y-axis. Horizontal distance വെച്ചിട്ട് മാർക്ക് ചെയ്യുക. horizontal distance നമ്മൾ x വെച്ചിട്ട് മാർക്ക് ചെയ്യുക. സോ നമ്മൾ ഇനി ഞാനിപ്പോൾ എഴുതാൻ പോകുന്നതിൻ്റെ ഇപ്പൊ നമ്മൾ ഐ എക്സ് എക്സ് എഴുതി. Now I am going to derive the equation for I y y ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ഇക്വേഷൻ? സിഗ്മ എക്സ് സ്ക്വയർ ഡി ആണ് ഐ വൈ വൈയുടെ ഇക്വേഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സിഗ്മ എക്സ് സ്ക്വയർ ഡി ഈസ് ദ ഇക്വേഷൻ ഫോർ ഐ വൈ വൈ. ഓക്കെ, ആരെങ്കിലും എന്തെങ്കിലും ചാറ്റ് ബോക്സിൽ പറയേണ്ട ഒരു മിനിറ്റ്. സം മെസ്സേജസ്. ഓക്കെ, ഇല്ല ഒന്നുമില്ല ഉണ്ട്. സോ എക്സ് സ്ക്വയർ ഡി ഇപ്പൊ ഡി ഐ ആം കൺസിഡറിങ് എ സ്മോൾ സ്ട്രിപ്പ്. അതിന്റെ തിക്നെസ് എന്താ? അതിന്റെ തിക്നെസ് ഞാൻ ഡി എക്സ് വെച്ചിട്ട് മാർക്ക് ചെയ്തു. What is the area of this small strip? ഈ small stripന്റെ ഏരിയയാണ് ഞാൻ ഡി എ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ദ ഏരിയ ക്യാൻ ബി റിട്ടൺ ആസ് ഈ സ്ട്രിപ്പിന്റെ ഏരിയ. തിക്നെസ് ഡി എക്സ് ആണ്, ലെങ്ത് എത്രയാണ്? ഡി ആണ്. സോ ഐ വിൽ ബി മാർക്കിംഗ് ഇറ്റ് ആസ് ഡി ഇൻറ്റു ഡി എക്സ്. ഡി എക്സ് ഡിസ്റ്റൻസിൽ ഡി ഇൻറ്റു ഡി എക്സ് എന്നുള്ള ഡിസ്റ്റൻസിലാണ് അതിന്റെ ഡി ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ദാറ്റ് ഇസ് ദ ഏരിയ ഓഫ് ദ സ്ട്രിപ്പ്. എക്സ് സ്ക്വയർ എന്താ? എക്സ് സ്ക്വയർ ഇസ് എ ഡിസ്റ്റൻസ്. അപ്പൊ നമ്മുടെ ഈ ഇക്വേഷൻ ഐ വൈ വൈ ഇക്വേഷൻ സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ഡി എക്സ് എന്നായി. ഓക്കെ, ഇതിലേതാ കോൺസ്റ്റന്റ്? ബി കോൺസ്റ്റന്റ് ആണ്. ബി ഇസ് ബി ടേക്കൺ ഔട്ട് സൈഡ്. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്ത ഒരു സ്മോൾ സ്ട്രിപ്പ് ആണ് എനിക്ക് ആവശ്യമില്ല. എനിക്ക് ഫുൾ റെക്ടാംഗിളിന്റെ മൗണ്ട് ഓഫ് ഇനർഷ്യ ആവശ്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഐ വിൽ ബി ഇന്റഗ്രേറ്റിംഗ് ഫ്രം എവിടെയാണ് നമ്മുടെ ആക്സിസ്? നമ്മുടെ ആക്സിസ് എവിടെയാണ്? താഴേക്ക് -b/2 ഉണ്ട്, ടോപ്പിലേക്ക് b/2 ഉണ്ട്. So I will be integrating b outside common ആയിട്ട് എടുത്തു, integrating
b by 2 മുതൽ plus b by 2 വരെ I will be integrating x square dx നെ integrate ചെയ്യും. So I will be getting x cube by 3 by upper and lower limit minus b by 2 മുതൽ plus b by 2 വരെ. Okay, so I will be keeping d by 3 outside. So I will be writing upper limit b by 2 all cube എന്ന് പറയുമ്പോൾ b cube by 8 minus b by 2 all cube എന്ന് പറയുമ്പോൾ minus b cube by 8. Okay, ഈ minus കൂടി cancel ചെയ്തിട്ട് 2b cube ആവും. So I will be getting d by 3 into 2b cube divided by 8. Or I can write d b cube divided by 2 8 കൊണ്ട് ബാക്കി 4 ആയി remaining 12. So the value for I_y equal to d b cube divided by 12. The value for I_y is equal to d b cube divided by 12. Okay. ഇത് നമുക്ക് മാറി മാറി ചോദിക്കാറുണ്ട് derived equation for I_x and I_y for the rectangular section. അപ്പോൾ രണ്ടിന്റെ ഇക്വേഷൻ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഒന്ന് b d cube by 12 ഒന്ന് d b cube by 12. ഓക്കെ, അത് എപ്പോഴും നമുക്ക് തെറ്റാൻ അങ്ങനെയൊന്നും ഒരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാം. എക്സ് ആക്സിസ് ആയിട്ട് നമ്മൾ ഐ ആക്സിസ് എടുക്കും. ഏതാണ് നമ്മുടെ റെഫറൻസ് ആക്സിസ്? ഫോർ എക്സാമ്പിൾ എക്സ് ആക്സിസ് എടുത്തു. റെഫറൻസ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സൈഡിനെ ബ്രെഡ്ത്തിനും പെർപെൻഡിക്കുലർ ആയിട്ട് സൈഡിനെ ഡെപ്തിനും കൊടുക്കുക. റെഫറൻസ് ആക്സിസിന് പാരലൽ ആയിട്ട് സൈഡ് ബ്രെഡ്ത്തും റെഫറൻസ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് സൈഡ് ഡെപ്ത് ആയിരിക്കും. എപ്പോഴും നമ്മൾ എഴുതുന്നത് ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ക്യൂബ് ഡിവൈഡ് ബൈ 12 എന്നാണ് എഴുതുക. ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ക്യൂബ് ഡിവൈഡ് ബൈ 12. നമ്മൾ I_y എടുത്തു. വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സൈഡ്, വൈ ആക്സിസിന് പാരലൽ ആയിട്ട് സൈഡ് ഏതാ? ഡി ആണ് വൈ ആക്സിസിന് പാരലൽ ആയിട്ട് സൈഡ്. വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ സൈഡ് ഏതാ? ഡി ആണ് വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ സൈഡ്. അപ്പോൾ എപ്പോഴും നമ്മൾ എടുക്കുന്ന ആക്സിസിന് പാരലൽ ആയിട്ട് സൈഡിനെ ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കുക. നമ്മൾ എടുക്കുന്ന ആക്സിസിന് പെർപെൻഡിക്കുലർ സൈഡിനെ ഡെപ്ത് ആയിട്ട് എടുക്കുക. അപ്പോൾ ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ക്യൂബ് ബൈ 12 ആണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ക്യൂബ് ഡിവൈഡ് ബൈ 12 ആണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. അപ്പം അല്ലാണ്ട് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിക്കാൻ നിൽക്കരുത്. ചിലപ്പോൾ ചില ക്വസ്റ്റിന് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചില ക്വസ്റ്റിന് അവർ തരും ദിസ് വാല്യൂ ഇസ് ബി ആൻഡ് ദിസ് വാല്യൂ ഇസ് ബി എന്ന് പറഞ്ഞ് തരും. ആൻഡ് ദ വാല്യൂ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഡി ഈസ് ഈക്വൽ ടു എന്ന് തരും. അപ്പം നമ്മൾ മിസ്റ്റേക്ക് വരുത്തും. കാരണം ഐ എക്സിന്റെ കേസ് നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? നമ്മൾ പഠിച്ചിരുന്നത് ബി ഡി ക്യൂബ് ബൈ 12 എന്ന് പഠിച്ചിരുന്നു. പക്ഷെ അവർ ബിയും ഡിയും ഒന്ന് മാറ്റി തന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് മിസ്റ്റേക്ക് വരരുത്. നമ്മൾ ഏത് റെഫറൻസ് ആക്സോ എക്സ് ആക്സ് ആണ് എടുക്കണമെങ്കിൽ എക്സ് ആക്സിന് പാരലൽ സൈഡിനെ നമ്മൾ ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കണോ, എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ സൈഡിനെ ഡെപ്ത് ആയിട്ട് എടുക്കണോ. വൈ എക്സ് ആയി എടുക്കണമെങ്കിൽ വൈ ആക്സിന് പാരലൽ സൈഡിനെ ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കണോ, വൈ ആക്സിന് പെർപെൻഡിക്കുലർ സൈഡിനെ ഡെപ്ത് ആയിട്ട് എടുക്കണം. അപ്പോൾ ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ക്യൂബ് ഡിവൈഡ് ബൈ 12 ആണ്. Breadth into depth cube divided by 12 is the equation for Ixx or Iyy. Ixx ആണെങ്കിലും Iyy ആണെങ്കിലും ഇക്വേഷൻ സെയിം ആണ്. Breadth into depth cube divided by 12. Breadth എന്ന് പറയുന്നത് നമ്മുടെ ആക്സിസിന് പാരലൽ ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്നത് ഇപ്പോൾ സപ്പോസ് ഇറ്റ് ഈസ് ഗിവൺ ദിസ് ഈസ് 20 ആൻഡ് ദിസ് ഈസ് 10. വാട്ട് ഈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇറ്റ് മേ ബി 10, ഇറ്റ് മേ ബി 20. നമ്മൾ ഏത് ആക്സിസ് വിത്ത് റെസ്പെക്ട് ആണോ പറയുന്നത് അപ്പോഴാണ് അതിന് കറക്റ്റ് ആയിട്ട് ബ്രെഡ്ത്തും ഡെപ്തും പറയാൻ പറ്റുക. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. സിംപ്ലി നമുക്ക് പറയുകയാണെങ്കിൽ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഡെപ്ത് എന്ന് പറയുന്നത് സ്മോളർ സൈഡും ബ്രെഡ്ത്ത് പറയുന്നത് ലോർജർ സൈഡ്. നോർമൽ ഒരു കോമൺ ആയിട്ട് പറയുമ്പോൾ അങ്ങനെ പറയാം. കോമൺ ആയിട്ട് പറയുമ്പോൾ നമ്മൾ ഡെപ്ത് കുറവും ബ്രെഡ്ത്ത് കൂടുതലെന്ന് പറയാറ്. ബ്രെഡ്ത്ത് കൂടിയ വിത്തിന് ബ്രെഡ്ത്തും കുറഞ്ഞ വിത്തിന് ഡെപ്ത് ആയിട്ട് നോർമൽ എടുക്കാറ്. ബട്ട് നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഫോർ കാൽക്കുലേറ്റിംഗ് മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ ഏത് ആക്സിസ് ആണോ എടുക്കുന്നത് ആ ആക്സിസിന്റെ പാരലൽ ആയിട്ടുള്ള സൈഡിൽ നമ്മൾ ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കും, ആ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് സൈഡിൽ നമ്മൾ ഡെപ്ത് ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ ഇനി അങ്ങനെ കൺഫ്യൂഷൻ ഒന്നും വരരുത്. നമുക്ക് ഒരുപാട് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസുകൾ ചെയ്യാനുള്ളതാണ്. അപ്പോൾ എപ്പോഴും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ആക്സിസിന് പാരലൽ ആയിട്ട് സൈഡ്, ഡെപ്ത് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ബി ഡി ക്യൂബ് ബൈ 12 ആണെങ്കിലും ഡി ബി ക്യൂബ് ബൈ 12 ആണെങ്കിലും എപ്പോഴും നമുക്ക് ആൻസർ പറയാൻ ഒരു ബുദ്ധിമുട്ടുകളില്ല വിചാരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ഒരു
സാമ്പിൾ സെക്ഷൻ വരയ്ക്കാം. നിങ്ങൾ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂസ് പറയുമോ നോക്കാം. നമ്മളിത് ഇപ്പോൾ പഠിച്ച ഇത് വെച്ചിട്ട് നമ്മളെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂസ് പറയാൻ നോക്കാം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് വരയ്ക്കട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹിയർ ഈസ് മൈ റെക്ടാങ്കിൾ 10, 15. So what is the value of axx? What is the value of y? My axis centroid കൂടെ പാസ് ചെയ്യുന്ന മോഡലിൽ x ആക്സിസും y ആക്സിസും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ചെയ്തോളൂ. നിങ്ങൾ കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ആദ്യത്തെ ക്വസ്റ്റിന് കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. തേർഡ് ക്വസ്റ്റ്യൻ, ഓക്കെ. എല്ലാവരും കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റിന്റെ IXXന്റെ വാല്യൂ എത്രയാണ്? ഫസ്റ്റ് ക്വസ്റ്റിന്റെ IXXന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത ആൻസർ മാത്രം വന്നാൽ മതി. കാൽക്കുലേറ്റ് ചെയ്ത ആൻസർ മാത്രം വന്നാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റിന്റെ IXXന്റെ വാല്യൂ എത്രയാണ്? ഫസ്റ്റ് ക്വസ്റ്റിന്റെ IXXന്റെ വാല്യൂ എത്രയാണ്? ഫസ്റ്റ് ക്വസ്റ്റിന്റെ IXXന്റെ വാല്യൂ എത്രയാണ്? നമ്മുടെ ഇക്വേഷൻ എന്താ വരിക? IXX BD³/12, ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ക്യൂബ്/12. എന്താണ് IXX കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബ്രെഡ്ത്ത്, എന്താണ് IXX കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡെപ്ത്? അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യാം, എല്ലാവർക്കും ഒന്ന് സ്പീഡ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, IXX ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. IXX കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സൈഡ് ഞാൻ ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കും. അപ്പോൾ B = 10 ആണ്, D = 15 ആണ്. ഓക്കെ, അപ്പൊ എന്താണ് IXX ഇക്വേഷൻ? ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ക്യൂബ് /12, 10 × 15 ക്യൂബ് /12, 10 × 15 ക്യൂബ് /12. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സൈഡ് ഞാൻ ബ്രെഡ്ത്ത് ആയിട്ട് എടുത്തു, എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡ് ഞാൻ ഡെപ്ത് ആയിട്ട് എടുത്തു. അപ്പോൾ 10 × 15 ക്യൂബ് /12 ആണ് നമ്മുടെ IXXന്റെ ഇക്വേഷൻ. 10 × 15 ക്യൂബ് /12. എത്ര ആൻസർ വരിക? 2812. ഓക്കെ, 2812. നേരത്തെ 125ഉം 1250 ഒക്കെ പറഞ്ഞവർക്ക് ഒരു ക്ലിയർ ആയല്ലോ അല്ലെ? 128ഉം അത് 1250 ഒക്കെ പറഞ്ഞവർക്ക് എല്ലാവരും ക്ലിയർ ആയോ? അപ്പൊ ഇനി സിമ്പിൾ ആയിട്ട് നിങ്ങൾ പറയുമല്ലോ IY ഇക്വേഷൻ എന്താണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് IY? വേഗം പറഞ്ഞോ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് IY? IY എടുക്കുമ്പോൾ എന്താ? Y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സൈഡാണ് നമ്മുടെ ബ്രെഡ്ത്ത്, Y ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡാണ് നമ്മുടെ ഡെപ്ത്. അപ്പോൾ Y ആക്സിസിന് IY എടുക്കുമ്പോൾ ബ്രെഡ്ത്ത് എത്ര? IY എടുക്കുമ്പോൾ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 15 ആവും. IY എടുക്കുമ്പോൾ ഡെപ്ത് എത്രയായിരിക്കും? ഡെപ്ത് എന്ന് പറയുന്നത് 10 ആയിട്ട് വരും. നമ്മുടെ ഇക്വേഷൻ എപ്പോഴാണ്? അവർ ഇക്വേഷൻ ഈസ് ഓൾവേസ് സെയിം, breadth into depth cube divided by 12. Our equation always same, breadth into depth cube divided by. So breadth is 15, depth cube 10 cube divided by 12. So our answer is 1250. Okay. Now first question is a confusion. Another clear. Okay. What about the second question? What is the value of IXX and IYY? What about the second question? What is the value of IXX and IYY? Second question, are 3750 Vrunda? What is the type of the Tipoidano? Or doubt no? Doubt no show Shurota. Vrunda, no. 4218.5. I am correct answer on the 15.
418.75. Very good, very good, very good. എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. കാരണം ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ, ബ്രെഡ്ത്തിലും ഡെപ്തിലും കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല. കാരണം ബ്രെഡ്ത്തും ഡെപ്തും സെയിം ആണ്. അപ്പൊ നമുക്ക് രണ്ടിനും AX-നും IYYക്കും സെയിം ആൻസർ തന്നെ വരിക. ബ്രെഡ്ത്തും ഡെപ്തും സെയിം ആണ്. സ്ക്വയർ സെക്ഷൻ ആണെങ്കിൽ IX-നും IYYക്കും നമുക്ക് സെയിം വാല്യൂസ് ആണ് വരിക. വാട്ട് അബൌട്ട് തേർഡ് ക്വസ്റ്റ്യൻ? തേർഡ് ക്വസ്റ്റിന്റെ IX-ന്റെ വാല്യൂ എത്രയാണെന്ന് പറയും. തേർഡ് ക്വസ്റ്റിന്റെ IX-ന്റെ വാല്യൂ. തേർഡ് ക്വസ്റ്റിന്റെ IX എടുക്കുമ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ബ്രെഡ്ത്ത്? അതായത് X-ആക്സിന് പാരലൽ ആയിട്ട് സൈഡാണ് നമ്മുടെ ബ്രെഡ്ത്ത്, Y-ആക്സിന് X-ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതാണ് ഡെപ്ത്. എപ്പോ IX എടുക്കുമ്പോൾ X-ആക്സിന് പാരലൽ ആയിട്ടുള്ളത് ബ്രെഡ്ത്ത്, X-ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് ഡെപ്ത്. സോ ഇൻ ദിസ് കേസ് 15 is our breadth and 10 is our depth. So 1250 is our value for the IX-X. അതായത് that's equal to breadth എത്രയാണ്? 15 into 10 cube divided by 12. IYY similarly 10 into 15 cube divided by 12. Okay. അപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് നമ്മൾ IX-ഉം IYY എഴുതുന്നത്, എങ്ങനെയാണ് നമ്മൾ ബ്രെഡ്ത്തും ഡെപ്തും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ തെറ്റിക്കുന്നതാണ് ഈ ബ്രെഡ്ത്തും ഡെപ്തും മാറിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് തെറ്റ് വരുന്നതാണ്. എപ്പോഴും നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ സെയിം ആണ്. ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ക്യൂബ് ഡിവൈഡ് ബൈ 12 ആണ്. നമ്മൾ എടുക്കുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് ടു X-ആക്സിസ് ആണോ വിത്ത് റെസ്പെക്ട് ടു Y-ആക്സിസ് ആണോ ചെക്ക് ചെയ്തിട്ട് whether it is connected with X-axis, അപ്പോൾ the side parallel to X-axis will be taken as breadth and the side perpendicular to X-axis will be taken as depth. Okay, breadthും ഡെപ്തും. അപ്പോൾ breadth into depth cube divided by 12. ഒരിക്കലും ഞാൻ ഈ ഇക്വേഷൻ പഠിക്കുന്നത് പറയില്ല, IX BD cube by 12 എന്ന ഇക്വേഷൻ പഠിക്കുന്നത് പറയില്ല. കാരണം അത് ചിലപ്പോൾ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാം. Okay, always study breadth into depth cube divided by 12 will give us the moment of inertia of a rectangular section. Okay, so we'll go to our next section, that is the triangular section. We'll go to our next section, that's the triangular section. Okay, in triangular section, rectangular section നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിക്കുന്നത് by keeping the rectangular section central indication എന്ന് breadth into depth cube divided by 12. എവിടെയാണ് നമ്മുടെ ആക്സിസ് വെച്ചത്? നമ്മുടെ ആക്സിസ് വെച്ച് നമ്മൾ സെൻട്രോയിഡിലാണ് ആക്സിസ് വെച്ചത്. ഓക്കെ, ബട്ട് ട്രയാങ്കിളിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് നമ്മൾ വെക്കുന്നത് അറ്റ് ദ ബേസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് രണ്ടും പഠിക്കാണ്ട് ട്രയാങ്കിളിന്റെ സെൻട്രോയിഡിന്റെ ഇക്വേഷൻ ബൈ കീപ്പിംഗ് ദ ആക്സിസ് ഓൺ ദ ബേസും ബൈ കീപ്പിംഗ് ആക്സിസ് ഓൺ ദ സെൻട്രോയിഡ് നമ്മൾ പഠിക്കും. ബട്ട് നമ്മൾ ഡെറിവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈ കീപ്പിംഗ് ദ ആക്സിസ് ഓൺ ദ ബേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബൈ കീപ്പിംഗ് ദ ആക്സിസ് ഓൺ ദ ബേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ പ്രോബ്ലം ചെയ്യാനും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ centroid of a moment of inertia of a triangle by keeping the axis on the base. This way കാരണം നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത റെക്ടാംഗിൾ ആണ്. റെക്ടാംഗിളിന്റെ സെൻട്രോയിഡിന്റെ ഇക്വേഷൻ പഠിച്ചു. breadth into depth cube divided by 12 ആണ്. ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടി? We keeping the our reference axis on the centroid of the rectangle. റെക്ടാംഗിളിന്റെ സെൻട്രോയിഡിലാണ് നമ്മൾ ആക്സിസ് വെച്ചത്. Now we are going to derive the equation of a triangle by keeping our axis on the base. AB എന്നുള്ള ആക്സിസ് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. എക്സിന്റെ വാല്യൂ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നേരത്തെ പോലെ തന്നെ I am considering a strip at a distance y from the base. നമ്മുടെ റെഫറൻസ് ആക്സിൽ നിന്ന് y ഡിസ്റ്റൻസിൽ ഒരു dy thickness ഉള്ള ഒരു സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ പ്രീവിയസ് കേസിലാണെങ്കിൽ നമുക്ക് എത്ര ഡിസ്റ്റൻസിൽ എടുത്താലും ആ സ്ട്രിപ്പിന്റെ വിഡ്ത്ത് ഈ ബി എന്നുള്ള വിഡ്ത്താണ് ഏത് പോയിന്റ് എടുത്താലും നമുക്ക് വരാം. പക്ഷെ ട്രയാങ്കിളിന്റെ കേസിൽ അങ്ങനെയല്ല. ട്രയാങ്കിളിന്റെ കേസിൽ ബേസിൽ വിഡ്ത്ത് കൂടുതലാണ്, ടോപ്പിലേക്ക് പോകുന്നതോറും വിഡ്ത്ത് കുറഞ്ഞു കുറഞ്ഞ് ഇറ്റ് വിൽ ബിക്കം സീറോ. ഇറ്റ് വിൽ ബിക്കം സീറോ അറ്റ് ദ ടോപ്പ് മോസ്റ്റ് പോയിന്റ്. സോ നമുക്ക് ആദ്യം ഈ ബ്രെഡ്ത്തിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. സോ ബ്രെഡ്ത്ത് ഈസ് എ വേരിയിങ് ക്വാണ്ടിറ്റി. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഹൈറ്റിനനുസരിച്ച് വേരിയും ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ബ്രെഡ്ത്തിനെ നമുക്കൊരു ഇക്വേഷനായിട്ട് എഴുതാൻ പറ്റണം. ബ്രെഡ്ത്തിന്റെ മാക്സിമം വാല്യൂ എത്രയാ? ബി ആണ്. ബ്രെഡ്ത്തിന്റെ മിനിമം വാല്യൂ എത്രയാ? 0 ആണ്. അപ്പോ വൈയുടെ വാല്യൂ 0 ആവുമ്പോൾ ബ്രെഡ്ത്ത് ബി ആണ്. വൈയുടെ വാല്യൂ h ആവുമ്പോൾ ബ്രെഡ്ത്ത് 0 ആണ്. നമുക്ക് രണ്ട് കണ്ടീഷൻ ഉണ്ട്. നമ്മളൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നു. ആ സ്ട്രിപ്പ് എങ്ങനെയാ? ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്തു.
and we have to analyze the breadth of the strip. അതിന്റെ breadth നമുക്ക് കറക്റ്റ് ആയിട്ടൊരു വാല്യൂ ഇല്ല. So previous case correct ആയിട്ടുള്ള വാല്യൂ ആണോ, ഈ കേസിൽ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ഇല്ല. The breadth is varying. ബേസ് മുതൽ അപെക്സ് വരെ മൂവ് ചെയ്യുമ്പോൾ the breadth is varying. So we have to formulate a relation for the breadth. അതെങ്ങനെ റിലേഷൻ ഫോം ചെയ്യാം? ഇപ്പോൾ breadthന്റെ വാല്യൂസ് എത്രയാണെന്ന് നോക്കാം. breadthന്റെ വാല്യൂ at the ബേസിൽ breadthന്റെ വാല്യൂസ് b ആണ്. അപെക്സിൽ breadthന്റെ വാല്യൂ 0 ആണ്. അപെക്സ് എന്ന് പറഞ്ഞാൽ breadth 0 ആണ്, പോയിന്റ് ആണ്. ഓക്കെ, breadthന്റെ വാല്യൂ b മുതൽ 0 വരെ വാരി ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് നമ്മൾ കൺസിഡർ ചെയ്ത ഡിസ്റ്റൻസിന്റെ വാല്യൂ 0 മുതൽ h വരെ വാരി ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും b1 equal to b at y equal to 0 and b1 is equal to 0 at y equal to h. അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്തിട്ട് നമുക്ക് b1 ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇത് രണ്ടും കണക്ട് ചെയ്തിട്ട് നമുക്ക് b1 ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. b1 is equal to h minus y divided by h into b. h minus y divided by h into b. Okay, അപ്പോൾ അതിൽ നമുക്ക് y-യുടെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം. y-യുടെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഈ ടേം പോവും, h by h ക്യാൻസൽ ആയി പോവും. b1 is equal to b, അതായത് y is equal to 0 ആകുമ്പോൾ b1 is equal to b. ഓക്കെ, ഇനി വൈക്ക് പകരം നമ്മൾ എന്ത് വൈയുടെ വാല്യൂ h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വെച്ചോ. വൈയുടെ വാല്യൂ h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് h മൈനസ് h 0 ആവും. 0 by h 0 ആവും. 0 into b 0, b1ന്റെ വാല്യൂ 0 ആവും. ഓക്കെ, നമ്മളൊരു ഇക്വേഷൻ ആയിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്തു. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ബ്രെഡ്ത്തിന്റെ വാല്യൂ നമുക്ക് എഴുതാൻ പറ്റില്ല. സോ വിൽ ബി ഡെവലപ്പിംഗ് ആൻ ഇക്വേഷൻ ബേസ്ഡ് ഓൺ ദ വേരിയേഷൻ ഓഫ് ബ്രെഡ്ത്തിന്റെ വേരിയേഷൻ വെച്ച് നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്തു. സോ b1 ക്യാൻ ബി റിട്ടൺ ഇൻ ടേംസ് ഓഫ് ഇക്വേഷൻ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, ഇനി നേരത്തെ പോലെ എന്താ, x is equal to y square dA ആണ്. dA is the area of the strip. നമ്മൾ കൺസിഡർ ചെയ്ത സ്ട്രിപ്പിന്റെ ഏരിയ ആണ്. ഏരിയ is equal to എന്താ, പഴയ പോലെ തന്നെ breadth into dy ആണ്. സോ breadth into dy is the area, but breadth we are substituting in terms of equation ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ വിൽ ബി റൈറ്റിംഗ് moment of inertia is equal to y square dA and dA is substituted by b1 into dy. And b1 is substituted. b1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാ? b1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് h minus 5 by h into b. h minus 5 by h into b into dy എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോകണം. ഏത് മുതൽ ഏത് വരെ നമ്മൾ അപ്ലൈ ചെയ്യും? 0 മുതൽ h വരെ നമ്മൾ അപ്ലൈ ചെയ്യും. നേരത്തെ കേസിൽ എങ്ങനെ അപ്ലൈ ചെയ്ത്? നേരത്തെ കേസിൽ റെക്ടാങ്കിൾ ആയിരുന്നു. റെക്ടാങ്കിളിന്റെ സെന്ററിലാണ് നമ്മൾ ആക്സ് വെച്ചപ്പോൾ -d/2 മുതൽ +d/2. ഇവിടെ എവിടെയാ? ഇവിടെ ആക്സ് വെക്കുന്നത് ഏതുവരെ പോകണം? h വരെ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഓക്കെ, വി ആർ അപ്ലൈയിങ് ദ ലിമിറ്റ് ഫ്രം 0 to h. എന്തുകൊണ്ടാണ് 0 to h അപ്ലൈ ചെയ്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. കഴിഞ്ഞ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്തത്, കഴിഞ്ഞ കേസിൽ രണ്ട് ലിമിറ്റ് അപ്ലൈ ചെയ്തു. ഒന്ന് -d/2 മുതൽ +d/2 വരെ അപ്ലൈ ചെയ്തു. രണ്ടാമത്തെ ലിമിറ്റ് നമ്മൾ എന്ത് -b/2 മുതൽ +b/2 വരെ അപ്ലൈ ചെയ്തു. എന്തുകൊണ്ടാണ് ഈ -b/2 and +b/2 -d/2 and +b/2? ദാറ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. കുറെ കാര്യങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുമല്ലോ. അത് ലിമിറ്റ് അങ്ങനെയായിരിക്കും, അങ്ങനെയല്ല, എല്ലാത്തിനും ഓരോ റീസൺ ഉണ്ട്. So why I have applied -d/2 +d/2? കഴിഞ്ഞ കേസിൽ ഞാൻ കൺസിഡർ ചെയ്ത ആക്സിസ് സെന്ററിലായിരുന്നു. സോ ഐ ഹാവ് ടു ഇന്റഗ്രേറ്റ് ടു ബോത്ത് സൈഡ്. രണ്ട് സൈഡിലേക്ക് എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഓക്കെ, ഇൻ ദിസ് കേസ്, ഈ കേസിൽ ഐ ഹാവ് കെപ്റ്റ് ദ ആക്സിസ് ഓൺ ദ ബേസ്. അപ്പോൾ എനിക്ക് താഴേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഐ ഹാവ് ടു ഇന്റഗ്രേറ്റ് ഓൺ ടു വൺ സൈഡ് ഓൺലി. ഒരു സൈഡിലേക്ക് മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യണം. ആ സൈഡിൽ മാക്സിമം എന്തുവരെ ഇന്റഗ്രേറ്റ് ചെയ്യണം? ടോപ്പ് വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ടോപ്പിന്റെ ഡിസ്റ്റൻസ് വരെ h. സോ ഐ വിൽ ബി ഇന്റഗ്രേറ്റിംഗ് ഫ്രം 0 to h. 0 മുതൽ h വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം. So I am integrating this equation from 0 to h. What is the variable? dy is the variable. അപ്പോൾ വേരിയബിൾ ഒഴിച്ച് ബാക്കി എല്ലാ ടേംസും നമ്മൾ പുറത്തേക്ക് എടുത്തു. വേരിയബിൾ ഒഴിച്ച് ബാക്കി എല്ലാ ടേംസും നമ്മൾ പുറത്തേക്ക് എടുത്തു. ഓക്കെ, വേരിയബിൾ ഒഴിച്ച് ബാക്കി എല്ലാ ടേംസും പുറത്തേക്ക് എടുത്തു. ഒന്നുമില്ല വേരിയബിൾ ഒഴിച്ച്. ഇവിടെ y ഉണ്ട്, ഇതിലും y ഉണ്ട്. വേരിയബിൾ അല്ലാത്ത ഒരു ടേമോ ആയിട്ടൊന്നും പുറത്തേക്ക്. ഓക്കെ, b വേണേ ഉണ്ടെന്ന് പറയാല്ലേ. ഓക്കെ, b ഒഴിച്ച് ബാക്കി ഒന്നും പുറത്തേക്ക് എടുക്കാനില്ല. b ഒഴികെ ഒരു b, ഇവിടെ ഒരു b ഉണ്ടല്ലോ, ഇത് വേരിയബിൾ അല്ല. ഇത് ഒഴികെ ബാക്കി എല്ലാം വേരിയബിൾ ആണ്. അപ്പോൾ ബി ഒഴിച്ച് ബാക്കി എല്ലാ ടേംസും പുറത്തേക്ക് എടുത്തു. ബിയുടെ പുറത്തെടുക്കുന്നുണ്ട്, പുറത്തെടുത്ത് അത് വേരിയബിൾ, അത് മാറില്ല, അതേപോലെ തന്നെ എടുത്തു. ബാക്കി y സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്തു, h കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ബാക്കി y സ്ക്വയർ മാത്രമേ ഉള്ളൂ. y സ്ക്വയർ ഇൻറ്റു y ക്യൂബ് ഡിവൈഡ് ബൈ h രണ്ട് ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി. ആൻഡ് ഐ വിൽ ബി ഇന്റഗ്രേറ്റിംഗ്. y സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y ക്യൂബ് ബൈ 3 കിട്ടും.
y ക്യൂബിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y raised to 4/4 h അവിടെ തന്നെ കിടക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്റഗ്രേറ്റ് കിട്ടിയ വാല്യൂ. ഇനി ഇതിനെ ലിമിറ്റ് അപ്ലൈ ചെയ്യണോ? ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ y ക്യൂബിനെ 0 എന്നുള്ള ലിമിറ്റ് അല്ലേ, 0 എന്നുള്ള ലിമിറ്റ് ആയതുകൊണ്ട് നമുക്ക് ലോവർ ലിമിറ്റ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പർ ലിമിറ്റ് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടി വരും ചില കേസുകളിൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വരുന്ന കേസുകളിൽ. അപ്പോൾ ഇതിൽ അങ്ങനെ ആവശ്യമില്ല, അപ്പർ ലിമിറ്റ് മാത്രം നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ വൈയുടെ വാല്യൂ h³ മൈനസ് h⁴/4h. അപ്പോൾ h⁴ h ക്യാൻസൽ ചെയ്തിട്ട് h³ മൈനസ് h³ കിട്ടും. അപ്പോൾ b ഇൻറ്റു h³ മൈനസ് h³ കിട്ടും. ഇത് സോൾവ് ചെയ്യാം. ഇപ്പോൾ ഡിനോമിനേറ്ററിൽ കോമൺ ഫാക്ടർ എടുക്കുമ്പോൾ അപ്പോൾ ഈക്വൽ ടു b ഇൻറ്റു കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 12 4h³ മൈനസ് 3h³. So I will be getting b into h³ divided by 12. So my answer is bh³ divided by 12. bh³ divided by 12 is the answer. That is the equation for moment of inertia of a triangle about x-axis by keeping the axis on the base. ആ വാക്കിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബൈ കീപ്പിംഗ് ദ ആക്സിസ് ഓൺ ദ ബേസ്. നമ്മൾ എവിടെയാണ് ആക്സിസ് വെച്ചതെന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ rectangle we have kept the axis on the centroid. For triangle we have kept the axis on the base. Okay, for triangle we have kept the axis on the base because നമ്മൾ പാരലാക്സിസ് തിയറം വെച്ചിട്ടായിരിക്കും മിക്ക പ്രോബ്ലംസും സോൾവ് ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ട് പോർഷൻ ആയിട്ട് വേണം നമുക്ക് എല്ലാ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഏത് വരെയാണ് നമ്മുടെ റെഫറൻസ് ആക്സിസ്, ഏത് വരെയാണ് ക്വസ്റ്റ്യനിലെ റെഫറൻസ് ആക്സിസ്, ഇത് രണ്ടും നമ്മൾ ലിസൺസ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പാരലാക്സിസ് തിയറം പ്രകാരം I is equal to IgG plus h bar square എഴുതിയല്ലോ. For h bar is the distance between two reference axes. രണ്ട് റെഫറൻസ് ആക്സിസ് നമ്മൾ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് റെഫറൻസ് ആക്സിസ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആക്സിസ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ട്രയാങ്കിളിന്റെ ബേസ് ആണ് ഒരു ആക്സിസ്. രണ്ടാമത്തെ ആക്സിസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ആക്സിസ് ആണ് രണ്ടാമത്തെ ആക്സിസ്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ എന്തായാലും മനസ്സിലാവും. അപ്പോൾ ഇതിൽ ഓക്കെ ആണോ? ഇതിൽ വേറെ പ്രശ്നങ്ങളോ ഒന്നിന്റെ ഡെറിവേഷനിൽ ഡൗട്ടുകളൊന്നും ഇല്ലാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്കൊരു ഡെറിവേഷൻ കൂടി ഉണ്ട്. സോ ദാറ്റ് വിൽ ബി ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫോർ യുവർ അസൈൻമെന്റ്. ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു, പ്രൂഫ് ഫോർ പാരലാക്സിസ് തിയറം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫോർ ദ അസൈൻമെന്റ് ഈസ് ദ derivation of the moment of inertia for circular section. Derivation of the moment of inertia for the circular section is the second question for the assignment. You will get 3 to 4 questions ഉണ്ടായിരിക്കും for the assignment and summation date ഒക്കെ പിന്നെ പറയാം. അപ്പോൾ second question for the assignment is moment of inertia for the circular section. That is the second question for the assignment. Assignment എഴുതുമ്പോൾ സാധാരണ നോട്ട്ബുക്ക് എഴുതുന്ന പോലെ അസൈൻമെന്റ് എഴുതുമ്പോൾ ഒരു പേപ്പർ മേടിച്ചിട്ട് അത്യാവശ്യം നല്ല പറ്റുമെങ്കിൽ A4 സൈസ് ഷീറ്റ് പേപ്പർ മേടിച്ചിട്ട് നീറ്റായിട്ട് 4 സൈഡിലും ബോർഡറൊക്കെ വരച്ചിട്ട് നോട്ട് എഴുതുന്ന പോലെ അത്യാവശ്യം കുറച്ച് നീറ്റായിട്ട് ഒരു കോപ്പി ബുക്ക് എഴുതുന്ന പോലെ ലൈൻ വെച്ചിട്ട് വരയ്ക്കണമെന്നല്ല, അത്യാവശ്യം നീറ്റായിട്ട് ഫിഗേഴ്സൊക്കെ പെൻസിലും സ്കെയിലൊക്കെ വെച്ചിട്ട് നീറ്റായിട്ട് വരച്ചിട്ട് വേണം അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യാൻ. ഓക്കെ, നോട്ട്ബുക്ക് സബ്മിറ്റ് ചെയ്യുന്ന പോലെ അസൈൻമെന്റ് ഒരിക്കലും സബ്മിറ്റ് ചെയ്തിട്ട് അതിന് സെപ്പറേറ്റ് പേപ്പർ വെച്ചിട്ട് സ്കാൻ ചെയ്യുമ്പോൾ പോലും നല്ല ഭംഗിയായിട്ട് സ്കാൻ ചെയ്തിട്ട് അയച്ചോളൂ. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ സ്കാൻ ചെയ്ത് അയക്കാൻ പറയുമ്പോൾ പല ആൾക്കാരുടെ നോട്ട്ബുക്കുകളും ചെരിഞ്ഞിട്ടും തിരിഞ്ഞിട്ടും അതേപോലെ തന്നെ ക്ലിയർ അല്ലാത്ത ഇമേജുകളൊന്നും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് വായിക്കാനേ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്കാൻ ചെയ്ത് അയക്കുന്നതിന് മുന്നേ നിങ്ങൾ തന്നെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇത് കാണുമ്പോൾ സാറിന് എന്താ തോന്നുന്നത് അതുകൂടി ഒന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ സ്കാൻ ചെയ്തിട്ടുള്ള ഇമേജുകൾ അയക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ bh³/12 ഓക്കെ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് സെക്ഷൻസും പഠിക്കാനുണ്ട്. ഇത് ഞാൻ പറഞ്ഞിരുന്നു, ട്രയാങ്കിള്, റെക്ടാങ്കിള്, സർക്കിള്, പിന്നെ സെമി സർക്കിളും ക്വാർട്ടർ സർക്കിളും വളരെ റയർ ആയിട്ട് നമുക്ക് ചോദിക്കാറുള്ളൂ. ജസ്റ്റ് അതിന്റെ ഇക്വേഷൻ തൽക്കാലം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ സെൻട്രോയിഡ് പഠിച്ചപ്പോൾ സെക്ടർ ഓഫ് എ സർക്കിളും പാരാബോളിക് കർവും നമ്മൾ അവിടെ വെച്ചു. ഓക്കെ, അതേപോലെ തന്നെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെമി സർക്കിളും അതുപോലെ ക്വാർട്ടർ സർക്കിളും ഇങ്ങനെ അത്ര കോമൺ ആയിട്ട് ചോദിക്കാറില്ല. ഇനി എഡ്യൂക്കേഷൻ വലിയ ബുദ്ധിമുട്ടില്ല, ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. വളരെ റെയർ ആയിട്ട് നമുക്ക് അങ്ങനെ ചോദിക്കാറുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ റെക്ടാങ്കിൾ പഠിച്ചു. റെക്ടാങ്കിൾ 2 വാല്യൂസ് പഠിച്ചു.
ixxും iyയും പഠിച്ചു, bdq/12 dbq/12. ഓക്കെ, അപ്പൊ നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ വാല്യൂസ് ഓർത്ത് വെക്കണമെന്നില്ല. So breadth into depth cube divided by 12 മാത്രം ഓർത്ത് വെച്ചാൽ മതി. Breadth into depth cube divided by 12. Where breadth is the side parallel to our reference axis. Depth is the side perpendicular to our reference axis. Okay. ഇത് കൂടാതെ നമ്മൾ parallel axis theorem. Suppose we are keeping the axis here. This is my another axis. AB എന്ന് പറയുന്നത് എൻ്റെ പുതിയൊരു ആക്സിസ് ആണ്. AB എന്ന് പറയുന്നത് എൻ്റെ പുതിയൊരു ആക്സിസ് ആണ്. Okay, AB എന്ന് പറയുന്നത് എൻ്റെ ഒരു പുതിയൊരു ആക്സിസ് ആണ്. So I want to write the equation for IAB. I want to write the equation for moment of inertia of this rectangular section with respect to the axis AB. അപ്പോൾ എന്താ പറഞ്ഞത്, നമുക്ക് ചില കേസുകളിൽ നമുക്ക് moment of inertia കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും in an axis which is parallel to our reference axis at a distance. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തിയറം ആണ് parallel axis theorem. Parallel axis theorem. Okay, so IAB can be written as IGGX plus AH bar square. Okay, ഇനി IGG എന്തായിരിക്കും? IGG is the moment of inertia of this section about the centroid. നമ്മൾ റെക്ടാംഗിൾ ആണ് കാണിച്ചില്ലെങ്കിൽ റെക്ടാംഗിൾ centroid, ട്രയാംഗിൾ ആണെങ്കിൽ about the base. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ് ഈ IGG എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ് IGG എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ IGG എന്ന് പറയുന്നത് നമ്മൾ IXX ആണോ IYY ആണോ എടുക്കുക? ഈ കേസിൽ നമ്മുടെ IGG എന്ന് പറയുന്നത് IXX ആണോ IYY ആണോ എടുക്കുക? Can you comment? ഈ കേസിൽ നമ്മൾ IGG ആയിട്ട് എടുക്കുന്നത് IXX ആണോ IYY ആണോ എടുക്കുക? Can you comment in the chat box? Chat boxൽ കമന്റ് ചെയ്യാൻ പറ്റും. ഈ കേസിൽ നമ്മൾ XX നോ YY നോ എന്തെങ്കിലും കമന്റ് ചെയ്താൽ മതി. XX നോ YY എന്നോ കമന്റ് ചെയ്താൽ മതി. നമ്മൾ എടുക്കുന്ന സെക്ഷൻ മൊമെന്റ് ഓഫ് ഇനർഷ്യ IXX ആയിരിക്കും IYY ആയിരിക്കും. IGG ആയിട്ട് നമ്മൾ എടുക്കുന്നത് IXX ആയിരിക്കും IYY ആയിരിക്കും. XX ന് കുറച്ച് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. എനിവൺ വിത്ത് IYY മീൻസ് എല്ലാവർക്കും ആൻസർ വേണം കേട്ടോ. രണ്ട് ഓപ്ഷൻ ഉള്ളൂ, ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ആൻസർ ഇല്ലാത്തവരാരും വരാൻ പാടില്ല. ആകെ 10 ആളുടെ ആൻസർ മാത്രമേ വന്നിട്ടുള്ളൂ. വെരി ബാഡ്. ഓക്കെ, എല്ലാവരും നമ്മളെ കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വീണ്ടും അപ്പൊ 2 മണി വന്നു. XXQ ആൻസർ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. IXX ആണ് നമ്മൾ എടുക്കുന്നത്. റീസൺ എന്താ? നമ്മുടെ റെഫറൻസ് ആക്സിസ് AB എന്ന് പറയുന്ന ആക്സിസ് ഇറ്റ് ഈസ് പാരലൽ ടു X ആക്സിസ്. X ആക്സിന് പാരലൽ ആയിട്ടാണ് നമ്മുടെ റെഫറൻസ് ആക്സിസ് വരുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന IGG ഇക്വേഷൻ എന്ന് പറയുന്നത് IXX ആയിരിക്കും പ്ലസ് H bar സ്ക്വയർ. അപ്പൊ H ബാറിന്റെ വാല്യൂ എത്രയായിരിക്കും? Can you comment? What is the value of H bar? Can you comment in the chat box? What is the value of H bar? Very good. ഒരാൾക്ക് മാത്രമേ ആൻസർ ഉള്ളൂ. What is the value of H bar? D/2. Okay, very good. H bar is the distance between two reference axes. Already നമ്മൾ ക്വസ്റ്റ്യനിലുള്ള റെഫറൻസ് ആക്സിസും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള റെഫറൻസ് ആക്സിസ് നമ്മൾ ഡിസ്റ്റൻസ് ആണ് H bar എന്ന് പറയുന്നത്. This is the value of H bar. Okay, very good. So I can write the value of IAB. As IXX plus AYC square. So YC വേണ്ട നമുക്ക്. ഓക്കെ, നമ്മൾ പഠിച്ചിരിക്കുന്ന അതേ ഇക്വേഷൻ H bar square. So IXX is equal to BDQ/12, A equal to B into D, where is the area of the rectangle, and Y is H bar D/2 whole square. So I will get the value of as BDQ/3. ഇതൊരിക്കലും ഞാൻ ബൈ ഹാർട്ട് പഠിക്കണം ഞാൻ പറയില്ല. This is the equation for moment of inertia of this rectangle about the base. Moment of inertia of the rectangle about the base. PSC പരീക്ഷയ്ക്ക് പോകുമ്പോൾ ചോദിക്കാറുണ്ട്. What is the equation for moment of inertia of rectangle about the base? നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ വെച്ചിട്ട് ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് വേണമെങ്കിൽ അപ്പൗട്ടിരുന്നിട്ട് ഈ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാം. ഒരു PSC എക്സാമിന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ അറൗണ്ട് 45 സെക്കൻഡ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്ന സമയം. മാക്സിമം 1 minute 45 seconds. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന സ്റ്റെപ്പുകൾ എത്രയേ ഉള്ളൂ. ഓക്കെ, ഐ വിൽ ഗിവ് യു സം എക്സാമ്പിൾ ടു വർക്ക്ഔട്ട്. 1-2 എക്സാമ്പിൾ ചെയ്യാം, അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും.
20, 10, and this be 10, and let it be 15. Okay. Sorry, y x. What is the value of ixx and ixx ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം, പിന്നെ നമുക്ക് iy കാൽക്കുലേറ്റ് ചെയ്യാം. What is the value of ixx? ixx അല്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് എക്സ് ആക്സിസ്. ixx സിമ്പിൾ എത്ര തന്നെ പറയാം. ഇതിൽ എക്സ് ആക്സിസ്, ഇതിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ്. ഈ ക്വസ്റ്റ്യനിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് എത്രയായിരിക്കും? ഈ ക്വസ്റ്റ്യനിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് എക്സ് ആക്സിസ് എത്രയായിരിക്കും? വേഗം ഒന്ന് നിങ്ങളൊന്ന് ചെയ്തിട്ട് പറയാം. നിങ്ങൾ വേഗം നിങ്ങളുടെ കാൽക്കുലേറ്റർ എടുത്തിട്ട് വേഗം ചെയ്യാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ I about x axis? I about x axis. വേഗം നിങ്ങളുടെ കാൽക്കുലേറ്റർ എടുത്തിട്ട് വേഗം ചെയ്തോളൂ, എന്നിട്ട് ആൻസർ പറയാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് I about x axis? ഞാനും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തോട്ടെ. Okay, I got the answer. What about you? What is the moment of inertia about x-axis of the given rectangular section? What is the moment of inertia about x-axis about for the given rectangular section? Vega I got it. So we'll be writing it as IgG plus AH bar square, because നമുക്ക് തന്നിരിക്കുന്ന റഫറൻസ് ആക്സിസ് നമ്മുടെ സെൻട്രോയിഡിന്റെ നമുക്ക് തന്നിരിക്കുന്ന സെക്ഷന്റെ സെന്ററിലല്ല. So we have to use this equation. ഈ ഇക്വേഷൻ നമുക്ക് എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും. And what is the value of IgG? IgG യുടെ വാല്യൂ എന്തായിരിക്കും? breadth into depth cube divided by 12. We are taking the x-axis. ഇതുവരെ ആർക്കും ആൻസർ ആയില്ലേ? വേഗം മൊമെന്റ് ഓഫ് ഇനർഷ്യ ആൻസർ. വെരി ബാഡ്, വെരി ബാഡ്, വെരി ബാഡ്. 1666 is the wrong answer, I think. It is IgG ആൻസർ ഞാൻ ചോദിച്ചത് ടോട്ടൽ ആൻസർ ആണ്. IgG ആൻസർ മേ ബി കറക്റ്റ്. IgG ആൻസർ ആണെങ്കിൽ കറക്റ്റ് ആണ്, ബട്ട് ടോട്ടൽ ആൻസർ ആണ് ഞാൻ ചോദിച്ചത്. മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എക്സ് ആക്സിസ് ആണ്. സുജീഷിന പറഞ്ഞ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെൻട്രോയിഡ് ഓൺലി. IgG ആൻസർ. So IgG is the moment of inertia about centroid, and we are calculating the moment about moment of inertia about x-axis. So I will be writing breadth into depth cube divided by x-axis ne parallel side breadth aanu, x-axis ne perpendicular side depth aanu. So 20 into 10 cube divided by 12 is the value of IgG plus area. What is area? 10 into 20 is the area. 10 into 20. Okay. What is the value of h bar? What is the value of h bar? What is the value of h bar? 5. H bar is the distance from the reference axis. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആക്സിസും നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ, നമ്മുടെ IgG കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ്. നമുക്ക് രണ്ട് ആക്സിസുകൾ വരും. ഒന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന റഫറൻസ് ആക്സിസ്. അതായത് ക്വസ്റ്റ്യൻ റഫറൻസ് ആക്സിസ് ഇതാണ് ക്വസ്റ്റ്യനിലെ റഫറൻസ് ആക്സിസ്. നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ എന്താ? BD³/12. BD³/12 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണ് ആക്സിസ് വെച്ചത്? BD³/12 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആക്സിസ് വെച്ചത് ഇവിടെയാണ്. ആക്സിസ് ഒരു ആക്സിസ് ഇങ്ങനെയും ഒരു ആക്സിസ് ഇങ്ങനെയും വെച്ചു. So this will be the value of h bar. So this will be the value of h bar. H bar is the distance between two reference axes. നമ്മൾ ഓൾറെഡി നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത ആക്സിസും
അതേപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആക്സിസ് നമ്മൾ ഡിസ്റ്റൻസ് ആണ് h bar. So the value of h bar is 20. Value of h bar is 20. That is 15 plus the correct central line. Idum 5 ആയിരിക്കും, idum 5 ആയിരിക്കും. 15 plus 20 is equal to 20 square. Okay. So my answer will be എന്തായിരിക്കും ആൻസർ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ആൻസർ എത്രയായിരിക്കും? What is the value of moment of inertia? 8166.67 millimeter raised to 4. എങ്ങനെയാണ് millimeter raised to 4 വന്നത്? breadth millimeter ആണ്, depth millimeter ആണ്. BD/12. That's equal to millimeter raised to 4 is the unit for moment of inertia. Millimeter raised to 4 is the unit for moment of inertia. Okay. അപ്പോൾ നമുക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സെക്ഷൻസ് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് തരാം. തൽക്കാലം നമുക്ക് ഇതിലിപ്പോൾ പറഞ്ഞില്ല, എന്തെങ്കിലും ഡൗട്ട് വിളിച്ച് ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് എക്സിറ്റ് ആയിട്ട് പോകാം.